ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +2 അക്കൗണ്ടൻസി പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2 മെത്തേഡ് ഇതിന് മുൻപിലുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനി അടുത്ത മെത്തേഡാണ് ഇന്ന് എടുക്കാൻ പോകുന്ന 3ാമത്തെ മെത്തേഡ്. ഡിഫറൻറ്റ് എമൗണ്ട്സ് വിഡ്രോൺ അറ്റ് ഡിഫറൻറ്റ് ഇൻ്റർവെൽസ്. വ്യത്യസ്ത ഇൻ്റർവെല്ലിൽ വ്യത്യസ്ത തുക വിഡ്രോ ചെയ്യുന്നു. ഇവിടെ ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. കലാം ഒരു പാർട്ണർ വിഡ്രോ ദ ഫോളോവിങ് എമൗണ്ട്സ് ഡ്യൂറിങ് ദി ഇയർ 2021. മാർച്ച് 1 2,000, ജൂൺ 1 4,000, ഓഗസ്റ്റ് 1 8,000, ദെൻ ഒക്ടോബർ 31 5,000. ഇൻട്രസ്റ്റ് റേറ്റ് 6% പെർ ആനം. ഒരു വർഷം ഇൻട്രസ്റ്റ് 6%. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 31 അപ്പം നമുക്കിത് പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യാം. പ്രോഡക്റ്റ് മെത്തേഡിൽ, അതായത് ഓരോ വിഡ്രോവലും കഴിഞ്ഞിട്ട് എത്ര നാൾ ഉണ്ടെന്ന് നോക്കുക. ആ മെത്തേഡിൽ വേണം ഇത് ചെയ്യാൻ. ഇതിനു വേണ്ടി നമുക്കൊരു ടേബിൾ തയ്യാറാക്കണം. അപ്പോൾ ഇത് വിഡ്രോ ചെയ്ത ഡേറ്റിന് വേണ്ടിയിട്ടൊരു കോളം കൊടുക്കുക. പിന്നെ എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്തതെന്നുള്ള എമൗണ്ട് കോളം. പീരീഡ്, ഈ വിഡ്രോവൽ കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പീരീഡ് ഡിസംബർ 31 വരെ ഉണ്ടെന്ന്, പിന്നെ അതിനെ ഇൻറ്റു ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ 4 കോളം കൊടുക്കുക. ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രോഡക്റ്റ്. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ വിഡ്രോവൽ മാർച്ച് 1 മാർച്ച് 1 2,000. മാർച്ച് 1 2021 ആണ് ഇവിടെ ഇയർ കൊടുക്കുക. മാർച്ച് 1. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ പരീക്ഷിക്കുക. ഒരു 99% വരാം. അപ്പം മാർച്ച് 1 2,000 ആണ് ഇവിടെ വിഡ്രോവൽ. 2000 മാർച്ച് 1 2000 വിഡ്രോവൽ വന്നു. അപ്പം മാർച്ച് 1 മുതൽ പിന്നീട് അങ്ങോട്ട് 10 മാസം ഉള്ളത്. ജനുവരി ഫെബ്രുവരിയും പോയി മാർച്ച് ഉൾപ്പെടെ 12 മാസം ആകാം. 10 മാസം. 10 മാസം എമൗണ്ട് വിഡ്രോ ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം 10 × 2 20,000 വരും. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താണ് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. ഇനി അടുത്തത് മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ജൂൺ 1 ആണ്. ജൂൺ 1 4,000. ജൂൺ 1 4,000 ആണ് ഇവിടെ വിഡ്രോവൽ. അപ്പോൾ 7 മാസം. ജൂൺ 1 മുതൽ 7 മാസം. 4 7s are 28. 28,000 വരും അതിൻ്റെ പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഓഗസ്റ്റ് 31 ആണ്. ഓഗസ്റ്റ് 31. അപ്പോൾ ഓഗസ്റ്റ് 31 വരുമ്പോഴേക്കും 4 മാസം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം. അപ്പോൾ ഓഗസ്റ്റ് 31 8,000 ആണ് വിഡ്രോവൽ. 8,000. ഓഗസ്റ്റ് 31 8,000 ആണ് വിഡ്രോവൽ. അപ്പോൾ 4 മന്താണ്. അപ്പം 4 8s are 32. 32,000 വരും പ്രോഡക്റ്റ്. ഇനി ഓഗസ്റ്റ് 1 കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഒക്ടോബർ 31 ആണ്. ഒക്ടോബർ 31 പിന്നെ വിഡ്രോ ചെയ്യുമ്പം പിന്നെ 2 മാസമാണ്. ഒക്ടോബർ 31 ആണ്. ഒക്ടോബർ 31 ആണ്. ഒക്ടോബർ 31 5,000. അപ്പം ഒക്ടോബർ 31 കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ 2 മാസമേ ഉള്ളൂ. അപ്പോൾ അത് 10,000 വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 90,000 വരും ടോട്ടൽ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇനി ഈ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഇക്വേഷനുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ സം എടുക്കുക. സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഏത് പ്രോബ്ലത്തിലും 1/12 കൊണ്ടാണ് അതിനെ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സമ്മ 90,000 വരും. 90,000 ഇൻറ്റു റേറ്റ് 6% ആണ് റേറ്റ്. 6/100 ഇൻറ്റു 1/12. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക. 6ഉം 12ഉം കൂടെ വെട്ടുക. അപ്പം 90ൽ 45 ടൈംസ് 450 വരും പ്രോഡക്റ്റ് മെത്തേഡിൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് ഡിഫറൻറ്റ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ഡിഫറൻറ്റ് ഇൻ്റർവെൽസ്. വ്യത്യസ്ത ഇൻ്റർവെല്ലിൽ ഡിഫറൻറ്റ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വിഡ്രോ ചെയ്ത ഡേറ്റ് ഏതാണെന്ന് നോക്കുക. ആ ഡേറ്റ് കണക്കാക്കുക. എന്നിട്ട് ആ ഡേറ്റിൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. എത്ര പീരീഡ് ഉണ്ടെന്ന് നോക്കുക. അത് ഇൻറ്റു ചെയ്ത് എടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തൊരു മെത്തേഡുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.